ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആട്ടിൻ തലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആട്ടിൻ്റെ തല കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവിടുന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. നമ്മളിനി ഒന്നുകൂടെ വൃത്തിയാക്കിയൊക്കെ എടുക്കണം. ഇതതിൻ്റെ ബ്രെയിനാണ് കേട്ടോ. അത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അത് വേറെ റെസിപ്പി ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതിൻ്റെ കരിച്ച് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ തൊലിയും ബ്രെയിൻ അത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിന് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് 2-3 പച്ചമുളക്, കുറച്ച് സവാള, കറിവേപ്പില, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമുക കേട്ടോ. കൈകൊണ്ട് തിരുമ്മിയ അതിനകത്തെല്ലാം നല്ലതായിട്ട്. പിന്നെ ആ ജാറ് കഴുകിയ വെള്ളമാണേ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ കൊച്ചുള്ളി തീർന്നിരുന്നു, അതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തത്. കൊച്ചുള്ളി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് വഴറ്റാനായിട്ട് വേണ്ടിയുള്ളതാണേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാമേ. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ എണ്ണ തണുപ്പ് കൂടുതലായതുകൊണ്ട് കട്ടിയായിട്ടിരിക്കുവാണേ. ഇനി ഇതിലേക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വെച്ചല്ലേ, ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ ശകലം ചേർത്താൽ മതി. ഇത് ആ വെളുത്തുള്ളി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ലൊരു മണവും ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് കറിവേപ്പില ചേർക്കുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുക. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ 2 പീസ് പച്ചമുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ചേർക്കുന്നുള്ളൂ. ഇനി തക്കാളി കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ആട്ടിൻ തല റെഡി ആയിട്ടുണ്ട്. ഒരു 8 വിസിലടിച്ചു. ഇറച്ചി എല്ലാം തമ്മിൽ വേർതിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല വേവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാമേ. ഞാൻ കുറച്ച് നേരം ഈ ഉള്ളിയും ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടു കേട്ടോ. ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ വഴണ്ടി കിട്ടുവേ. ഇനി ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഗ്രേവി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ.
എല്ലാം കൂടി ചേർത്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ ആട്ടിൻ തല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എരിവും തക്കാളിയുടെ ടേസ്റ്റും ഒക്കെ അതിലൊന്ന് പിടിക്കട്ടെ. നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ആട്ടിൻ തല ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. എരിവും ഉപ്പും പുളിയൊക്കെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാം പാകത്തിനായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉപ്പൊക്കെ വേണ്ടവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തത്. നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.